عليكم ورحمة الله وبركاته. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. أشهد أن لا إله إلا الله وحده لا شريك له إقرارا به وتوحيدا، وأشهد أن محمدا عبده ورسوله بلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في الله حق جهاده وتركنا على البيضاء ليلها كنهارها لا يزيغ عنها إلا هالك، فصلوات ربي عليه وعلى آله وأصحابه الطيبين الطاهرين وسلم تسليما مزيدا إلى يوم الدين. أما بعد، فإن أصدق الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ ആഴ്ച കഴിഞ്ഞിട്ടില്ല, നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് 41-ാമത്തെ ആയത്തായിരുന്നു. സൂറത്തുൽ കഹ്ഫിൽ നിന്നുള്ള 41-ാമത്തെ ആയത്ത്. ആ ആയത്ത് ഇപ്രകാരമാണ്: ഔ യുസ്ബിഹ മാഉഹാ ഗൗറൻ ഫലൻ തസ്തതിഅ ലഹു ത്വലബ. അല്ലെങ്കിൽ ആ തോട്ടത്തിലുള്ള വെള്ളം, രണ്ട് തോട്ടങ്ങളിലൂടെയും അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലുള്ള വെള്ളം ഭൂമിയുടെ മുകൾ പരപ്പിലേക്ക് ഉറവയായി വരുന്നു. അത് അരുവിയായി, നദിയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വെള്ളം, ഭൂമിയുടെ കീഴ്ഭാഗത്തുള്ള വെള്ളം, ഭൂഗർഭജലം എന്ന് നാം പറയുന്നത്, ഭൂമിയുടെ പരപ്പിലേക്ക്, മുകളിലേക്ക് വരികയും അത് ഒഴുകുകയും ചെയ്യുന്നതിന് ചിലപ്പോ അരുവിയായിട്ട് ഒഴുകിയെന്ന് വരും, ചിലപ്പോ തടാകം പോലെ കെട്ടി നിന്നു വരും, ചിലപ്പോ കിണറ്, കുളം പോലെയുള്ള സ്ഥലങ്ങളിൽ അത് തടഞ്ഞു നിർത്താൻ പറ്റിയെന്ന് വരും. ഇങ്ങനെ വെള്ളം മുകളിലേക്ക് വരുന്ന, മുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ ലഭിക്കുന്നത് സാധാരണ നബ അൽമ എന്നാണ് ഇതിന് അറബിയിൽ പറയാം. വെള്ളം മുകളിലേക്ക് ഇങ്ങോട്ട് പൊട്ടിയൊലിച്ചു വന്നു. ഇങ്ങനെ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്കും അതുപോലെ തന്നെ കന്നുകാലികൾക്കും അതുപോലെ സസ്യലതാദികൾക്കും ആവശ്യമായിട്ടുള്ള ഈ ജീവജലം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മനോഹരമായ രൂപത്തിൽ ഭൂമിയിൽ ക്രമീകരിച്ചു വച്ചിരിക്കുകയാണ്. മുകളിൽ നിന്ന് ലഭിക്കുന്ന, മഴയിലൂടെ ലഭിക്കുന്ന വെള്ളം, ആ വെള്ളമാണ് ഭൂമി ആഗിരണം ചെയ്യുകയും പിടിച്ചു വെക്കുകയും ചെയ്യുന്നത്. ഭൂമി ആ വെള്ളം പിടിച്ചു വെക്കുന്നതിനും അത് രണ്ടാമത് ഭൂലോകത്ത് താമസിക്കുന്ന മനുഷ്യര്, ജന്തുജാതികള്, സസ്യലതാദികള് ഇവക്കൊക്കെ ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ അത് തിരിച്ചു നൽകുകയും ചെയ്യുന്നതിന് ചില പ്രത്യേക നിയമങ്ങളുണ്ട്. അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങൾ. ആ നിയമമനുസരിച്ചാണ് ആ വെള്ളം കിട്ടുക. ചിലപ്പോ കാണാം, വളരെ ഉയരമുള്ളൊരു കുന്നിൻ മുകളിൽ അല്പം മാത്രം നമ്മൾ കുളിച്ചാൽ വെള്ളം കിട്ടും. എന്നാൽ ചിലപ്പോ വളരെ താഴ്ന്ന ഒരു സ്ഥലത്ത് നമ്മൾ എത്ര താഴ്ത്തിയാലും വെള്ളം കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലപ്പോ നമുക്ക് ഒരു കിണറിൽ വർഷങ്ങളായി വെള്ളം കിട്ടുന്നതാണ്. പെട്ടെന്ന് കാണാം ഒരു നാൾ ആ വെള്ളം അങ്ങോട്ട് പറ്റ വറ്റിപ്പോകുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്താലും വെള്ളം കിട്ടാത്ത അവസ്ഥ കാണാം. അപ്പോ ഈ തോട്ടങ്ങളുടെ
ഉടമസ്ഥൻ അഹങ്കാരിയായിരുന്ന, നന്ദി കെട്ടവനായിരുന്ന, അവിശ്വാസിയായിരുന്ന, നിഷേധിയായിരുന്ന ആ മനുഷ്യൻ അയാൾക്ക് ലഭിച്ചിട്ടുള്ള ആ സൗകര്യങ്ങളിൽ മതിമറന്നുകൊണ്ട് അള്ളാഹുവിനെ തന്നെ നിഷേധിക്കുന്നതിലേക്ക് കാര്യമെത്തിയപ്പോ അയാളും വിശ്വാസിയായ അദ്ദേഹത്തിന്റെ കൂട്ടാളിയും തമ്മിലുള്ള സംഭാഷണത്തിൽ ആ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്താണ് ഈ കാര്യം പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നിനക്ക് യഥേഷ്ടം വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നു, ഒന്നിനും ഒരു ബുദ്ധിമുട്ടുമില്ല. ആ തോട്ടത്തിലുള്ള വെള്ളം ആയെന്ന് വന്നേക്കാം. അസ്ബഹ യുസ്ബിഹു, ഒരു ദിവസം പെട്ടെന്ന് ആയിത്തീരുക. അസ്ബഹ എന്ന് പറഞ്ഞാൽ സാമാന്യമായി ആയിത്തീർന്നു എന്നേ അർത്ഥമുള്ളൂ. അതിന് പക്ഷെ സമയത്തെ സംബന്ധിച്ച് കാലത്ത് ആയിത്തീരുന്നു എന്നൊരു കാലത്തെ കുറിച്ചുള്ള ഒരു സൂചനയും കൂടിയുണ്ട്. അത് അതിന്റെ സവിശേഷമായ അർത്ഥപരിഗണനയിൽ ആ സൂചനയിലേക്ക് നമ്മൾ പോയാൽ മതി. അല്ലെങ്കിൽ സാമാന്യമായ അർത്ഥത്തിലേക്ക് നമ്മൾ പോകുമ്പോ ആയിത്തീർന്നു എന്ന് തന്നെയാണ്. അപ്പൊ ആ തോട്ടത്തിൽ ഇപ്പോൾ സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമായേക്കാം. ഗൗറൻ, ഗൗറ് എന്ന് പറഞ്ഞാൽ അത് വറ്റി താഴേക്ക് പോകുന്നതിനാണ്, വെള്ളം വറ്റി താഴേക്ക് പോകുന്നതിനാണ് പറയാ. മസ്തറാണ് ഗാറ യഗൂറു ഗൗറ്. പക്ഷെ മസ്തർ ആണെങ്കിലും ബിമഅനൽ ഫാഇൽ ഗായിർ എന്ന അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. മസ്തർ ഇസ്മു ഫാഇലിന്റെ അർത്ഥത്തിൽ ഉപയോഗിക്കും. മസ്ദർ എന്ന് പറഞ്ഞാൽ ക്രിയാനാമം, വെർബൽ നൗൺ. അത് ചിലപ്പോ ഇസ്മുൽ ഫാഇൽ ഒരു അഡ്ജക്റ്റീവിന്റെ അർത്ഥത്തിൽ ഉപയോഗിക്കും, ചിലപ്പോ അത് ഇസ്മുൽ മഫ്ഊലിന്റെ അർത്ഥത്തിൽ ഉപയോഗിക്കും. പല അർത്ഥങ്ങളും അതിന് വരാം. ഇവിടെ ഈ മസ്ദർ ഉപയോഗിച്ചിട്ടുള്ളത് ഇസ്മുൽ ഫാഇലിന്റെ മഅനക്കാണ്. ആ വെള്ളം ഗായിറായി തീർന്നേക്കാം, താഴേക്ക് അങ്ങ് അങ്ങ് താണ് പോയി വറ്റി വരണ്ടു പോയേക്കാം. അങ്ങനെ വെള്ളം വറ്റി താണു പോയാൽ ഒരിക്കലും ആ വെള്ളം നിനക്ക് തേടിപ്പിടിക്കാൻ സാധിക്കില്ല. വെള്ളം ഭൂമിയുടെ അന്തർഭാഗത്തുള്ള വെള്ളം മുകളിലേക്ക് ഇങ്ങോട്ട് പൊങ്ങി വരുന്നതിന്, അതിനാണ് നബ അൽമാ, അങ്ങനെ പൊങ്ങി വരുന്ന വെള്ളത്തിന് നാബിഅ് എന്നും വറ്റി താഴേക്ക് പോകുന്ന വെള്ളത്തിന് ഗായിർ എന്നുമാണ് അറബി പ്രയോഗിക്കുക. അതിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളും ആ വാക്കുകളുടെ പ്രയോഗ രീതിയും അതൊരു വല്ലാത്ത മനോഹരമായിട്ടുള്ള ഒരു പ്രയോഗമാണ്, മനോഹരമായിട്ടുള്ള ഉപയോഗം തന്നെയാണ്. പിന്നെ ഒരിക്കലും നിനക്ക് ആ വെള്ളത്തെ തേടിപ്പിടിക്കാൻ കഴിയില്ല. മുകളിലേക്ക് മനുഷ്യൻ കുറെ പോയിട്ടുണ്ട്, പക്ഷെ താഴേക്ക് മനുഷ്യന് കുറച്ച് പോകാൻ പറ്റിയിട്ടുണ്ട്. പറയുന്നത് നമ്മള് ഒരു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്ര കിലോമീറ്റർ മുകളിൽ. പിന്നെ അവകാശപ്പെടുന്നു ചന്ദ്രനിലൊക്കെ പോയിട്ട് മനുഷ്യൻ കാല് കുത്തിയിട്ടുണ്ട്. ഇങ്ങനെ പലതും അവകാശപ്പെടുന്നു. അതിലെ ശരി തെറ്റുകൾ എന്താകട്ടെ, മുകളിലേക്ക് മനുഷ്യൻ കിലോമീറ്ററുകളോളം, മൈലുകളോളം ഒരുപാട് മുകളിലേക്ക് പോകുന്ന മനുഷ്യൻ കീഴോട്ട് ഭൂമിയുടെ ഉൾഭാഗത്തേക്ക്, അന്തർഭാഗത്തേക്ക് വളരെ കുറച്ച് മാത്രമേ അവന് പോകാൻ പറ്റിയിട്ടുള്ളൂ. ഈ വെള്ളം അത് തന്നെ മുകളിൽ കുറച്ച് സ്ഥലത്ത് വെള്ളമുള്ളൂ. പിന്നെ പോയി കഴിഞ്ഞാൽ വെള്ളം പിന്നെയും പോയി. പിന്നെ അതിനും ഒരു പരിധിയുണ്ട്. ആ പരിധി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പോവുകയാണെങ്കിൽ അത് വളരെ അപകടകരമായ, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, നമ്മള് ചിന്തിക്കാത്ത വേറൊരു അവസ്ഥയാണ് ഭൂമിന്റെ ഉൾഭാഗം. നമുക്കറിയാലോ. ഏതായിരുന്നാലും ഈ ഭൂമിയുടെ അന്തർഭാഗത്ത് ശേഖരിച്ചു വച്ചിരിക്കുന്ന ഭൂഗർഭ ജലത്തെ അള്ളാഹ് വിചാരിച്ചെങ്കിൽ, അള്ളാഹിന്റെ വേണ്ടുകയാൽ മാത്രമേ നമുക്ക് ഉപകാരപ്രദമായ രൂപത്തിൽ, ഉപകാരപ്രദമായ സ്ഥലത്ത് ലഭിക്കുള്ളൂ. അത് ഒരു പ്രത്യേക കറണ്ടാണ്, ഒരു പ്രവാഹമാണ്. ആ പ്രവാഹം അള്ളാഹ് ഉദ്ദേശിക്കുന്നിടത്തേക്ക് അവൻ തിരിച്ചുവിടുന്നു. അപ്പൊ ഇപ്പൊ നിനക്ക് ഇഷ്ടം പോലെ വെള്ളം നാബി ആയിട്ട് മുകളിലേക്ക് പൊങ്ങി വന്ന് അവിടെ ഒഴുകുന്ന അരുവിയായി, നദിയായി കിട്ടുന്നു. പക്ഷെ എന്നും അങ്ങനെ ആ അരുവിയും നദിയും കിട്ടും എന്ന് നീ പ്രതീക്ഷിക്കുന്നുവോ? ആ വെള്ളം വറ്റിപ്പോകാൻ അള്ളാഹ് ഉദ്ദേശിച്ചാൽ അതിന് നിമിഷമേ ആവശ്യമുള്ളൂ. പെട്ടെന്നത് വറ്റിപ്പോകും. അങ്ങനെ വറ്റി താണുപോയാൽ ഫലൻ തസ്തതിഅ ലഹു ത്വലബ, ആ വെള്ളത്തെ നിനക്ക് ത്വലബ് ചെയ്യാൻ, തേടിപ്പിടിക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്നാണ് പറയുന്നത്.
അങ്ങനെയിരിക്കെ ബിസമരി, പെട്ടെന്ന് അവിചാരിതമായി, പ്രതീക്ഷിക്കാത്ത സമയത്ത് അവിചാരിതമായിട്ട് അവന്റെ എല്ലാ സമറുകളും, സമറ് ആ തോട്ടങ്ങളിൽ നിന്ന് അവന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളുമാണ്. ആ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ വലയം ചെയ്യപ്പെട്ടു. ഉൽപ്പന്നങ്ങളെ വലയം ചെയ്തു. ഉൽപ്പന്നങ്ങൾ വലയം ചെയ്യപ്പെട്ടു. വലയം ചെയ്യപ്പെട്ടത് ഒരു മഹാനാശം കൊണ്ടാണ്, വലിയൊരു ശിക്ഷ കൊണ്ടാണ്. അവനെന്നും സാധാരണഗതിയിൽ അവിടെ ഇങ്ങനെ വന്ന് തോട്ടത്തിൽ കയറി, തോട്ടത്തിലൂടെ ഉല്ലസിച്ച്, ആ തോട്ടത്തെക്കുറിച്ച് അഹങ്കരിച്ച് അവനെല്ലാം ആയി കഴിഞ്ഞു. ഇനി അവന് ഒരിക്കലും അവനെ വീഴ്ത്താൻ ആർക്കും കഴിയില്ല, അവൻ എല്ലാറ്റിനും മതിയായവനാണ് എന്ന അഹങ്കാരത്തിൽ നിൽക്കുമ്പോ ഒരു ദിവസം വളരെ പെട്ടെന്ന് അവൻ പ്രതീക്ഷിക്കാത്ത സമയത്ത്, നിലച്ചിരിക്കാത്തൊരു സമയത്ത് യാദൃച്ഛികമായിട്ടാണ് അവന്റെ ഈ തോട്ടത്തെയും ആ തോട്ടത്തിന്റെ മുഴുവൻ വരുമാനത്തെയും ഉൽപ്പന്നങ്ങളെയും വലയം ചെയ്യപ്പെടുന്നു. അത് വലയം ചെയ്തു. അതിനെ പെട്ടെന്ന് വലയം ചെയ്തു ഒരു ശിക്ഷ. അഹാത്ത എന്നാണ് ക്രിയ. ഉഹീത്ത, വലയം ചെയ്യപ്പെട്ടു. ഏതിനെ വലയം ചെയ്തു? സമർ, സിമാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫലങ്ങൾ, പഴങ്ങളല്ല, ഫലങ്ങൾ. അവൻ ആ രണ്ട് തോട്ടങ്ങളിൽ നിന്നും, ആ തോട്ടങ്ങൾക്കിടയിൽ അവൻ നടത്തിക്കൊണ്ടിരുന്ന കൃഷിയിടമുണ്ടല്ലോ, അതിൽ നിന്നും ഒക്കെ അവന് ലഭിച്ചുകൊണ്ടിരുന്ന ഈൽഡ്, ആ ഈൽഡുകളെല്ലാം, തോട്ടവും തോട്ടത്തിന്റെ മുഴുവൻ ഉൽപ്പന്നങ്ങളും അതിനെ മൊത്തമായിട്ട് വലയം ചെയ്തു. അത് വലയം ചെയ്യപ്പെട്ടു. ഒരു വലിയ ശിക്ഷ കൊണ്ട് വലയം ചെയ്യപ്പെട്ടു. അങ്ങനെ ശിക്ഷ വന്നിറങ്ങിയാൽ അപ്പൊ പിന്നെ മനോഗതിയൊക്കെ പെട്ടെന്ന് മാറും. അസ്ബഹ, അവനായിത്തീർന്നു. അസ്ബഹ എന്നുള്ള വാക്ക് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. എന്തവസ്ഥയിൽ? യുഖല്ലിബു കഫൈ, അവന്റെ രണ്ട് കഫുകളും, കഫ് എന്ന് പറഞ്ഞാൽ പാം എന്നാണ്, കൈപ്പത്തിയാണ്, കൈപ്പത്തികളും അവൻ കല്ലബ യുഖല്ലിബു, അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചു. അഥവാ കൈകൊണ്ട്, ഒരു കൈകൊണ്ട് മറ്റൊരു കയ്യുമ കൊട്ടി. അങ്ങനെ ഒരു കൈ കൊണ്ട് മറ്റൊരു കയ്യുമ കൊട്ടുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ സാധാരണ മുഴുവൻ പിടുത്തം വിടുന്ന സമയത്ത്. കാര്യം തീർത്തും തന്റെ നിയന്ത്രണത്തിന് പുറത്തു പോയി, കൈവിട്ടുപോയി. അപ്പോ ഒരു കൈ കൊണ്ട് മറ്റേ കൈയുമെന്ന് അടിക്കും. അത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. അങ്ങനെ ഒരു കൈ കൊണ്ട് അവൻ മറുകൈയിൽ അടിച്ചു. കാരണം എല്ലാം പോയി എന്നതിന്റെ സൂചനയാണത്. അതായത് ആ അടി, അത് ധ്വനിപ്പിക്കുന്ന ഒരു അർത്ഥമുണ്ട്. ആ ശരീരത്തിന്റെ ആ പ്രതികരണത്തിന് വളരെ വ്യക്തമായ ഒരു അർത്ഥമുണ്ട്. എല്ലാം നശിച്ചു, ഇനി ഒന്നും ബാക്കിയില്ല എന്നൊരർത്ഥമുണ്ട്. എന്റെ കയ്യിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടു പോയി, കൈവിട്ടുപോയി എന്നാണ് ഇതിന്റെ അർത്ഥം. ഞാനായിട്ട് തന്നെ നഷ്ടപ്പെടുത്തിയതാണ് എന്നൊരു ഖേദപ്രകടനത്തിന്റെ ധ്വനി കൂടി അതിനുണ്ട്. അപ്പോ ഞാനായി നഷ്ടപ്പെടുത്തി, അതുകൊണ്ട് കൈവിട്ടുപോയി, എല്ലാം നശിച്ചു പോയി എന്നുള്ള ദുഃഖത്തോടു കൂടി അവൻ ഒരു കൈ മറുകൈയിൽ അടിച്ചു. എന്നിട്ട് അലാമ അൻഫഖ ഫിഹ, ഇന്നോളം ആ തോട്ടങ്ങളിൽ അവൻ ചെലവഴിച്ചിട്ടുള്ള കാര്യങ്ങളെ ഓർത്തുകൊണ്ട്, ഞാൻ എന്തെന്ത് കാര്യങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തതാണ്, എത്ര സമയം, എത്ര അധ്വാനം, എത്ര പൈസ, എന്തെല്ലാം ശ്രദ്ധ, അങ്ങനെയൊക്കെ കൊടുത്താണ് ഞാൻ ഈ തോട്ടം വളർത്തിക്കൊണ്ടുവന്നത് എന്നാണ് അവൻ ആലോചിക്കുന്നത്. അൻഫഖ ഫീഹ, ആ തോട്ടത്തിൽ അവൻ ചെലവഴിച്ചിട്ടുള്ളത്, അവന്റെ അധ്വാനം ചെലവഴിച്ചിട്ടുണ്ട്, അവന്റെ ബുദ്ധിപരമായ കഴിവുകൾ ചെലവഴിച്ചിട്ടുണ്ട്, അവന്റെ സമ്പത്ത് ചെലവഴിച്ചിട്ടുണ്ട്, അവന്റെ ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം ചെലവഴിച്ച് എന്റെ എല്ലാമായിരുന്ന തോട്ടം ഒരു നിമിഷ നേരം കൊണ്ട് ഇതാ തകർന്നടിഞ്ഞു പോയിരിക്കുന്നു. അപ്പൊ അതിൽ അവൻ ചെലവഴിച്ചിട്ടുള്ള, അവൻ വ്യയം ചെയ്തിട്ടുള്ള അധ്വാനത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചും അതുപോലെ അവന്റെ ബുദ്ധിപരമായ കഴിവുകളെക്കുറിച്ചും അതൊക്കെ അവൻ അവിടെ ചെലവാക്കിയതാണല്ലോ. അതെല്ലാം ഓർത്തുകൊണ്ട് ഇതെല്ലാം പോയല്ലോ എന്ന ദുഃഖത്തോടു കൂടി ഒരു കൈ കൊണ്ട് മറുകൈ അടിച്ചു. അങ്ങനെ അവനാകെ നിരാശയിലും, അങ്ങേയറ്റത്തെ നിരാശയിലും അങ്ങേയറ്റത്തെ ദുഃഖത്തിലുമായി തീർന്നു. അവൻ നോക്കുമ്പോ കാണുന്ന കാഴ്ച വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹ, വഹിയ ആ തോട്ടങ്ങൾ ഖാവിയത്തുൻ വീണ് കിടക്കുന്നു, അലാ ഉറൂഷിഹ
അർഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അർഷ് ഉറൂഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്തലിനാണ് പറയാ. സാധാരണ ഈ വാക്ക് അതിനാണ് ഉപയോഗിക്കുക. അർഷ് ഉറൂഷ്. അരീഷ്, അരീഷ് ഉറൂഷ്. ആ അരീഷ് എന്നാണ് പന്തലിന് സാധാരണ പറയാ. വള്ളികള്, ചെടികള്, മറ്റ് കൃഷികള് അതെല്ലാം പടർത്താൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്ന പന്തലാണ് അരീഷ്. ആ അരീഷ് അത് ഒന്നിട്ടിങ്ങട്ട് നിലം പൊത്തി, ഹാവിയത്തുൻ അലാ ഉറൂഷിഹ, തന്റെ കൃഷികൾ, തന്റെ മുന്തിരിവള്ളികൾ പടർത്താനുണ്ടാക്കിയിരുന്ന ഈ പന്തലുകളെല്ലാം ഒന്നായിട്ട് ഇങ്ങോട്ട് താഴേക്ക് നിലം പൊത്തി കിടക്കുന്നു. ഹാവിയത്ത് എന്ന് പറഞ്ഞാൽ വീണ് കിടക്കുകയാണ്. അലാ ഉറൂഷിഹ, ആ പന്തലടക്കം ഒന്നായിട്ട് നിലം പൊത്തി, ഇനി ഒന്നുമില്ല, അങ്ങനെ പറ്റ തകർന്നിട്ടുണ്ട്. നാട്ടിലൊക്കെ ചിലപ്പോ നല്ല വാഴകൃഷിയൊക്കെ നടത്തുന്ന കർഷകർക്ക് ഉണ്ടാകും ചിലപ്പോ ചില അനുഭവം. എല്ലാം ഇങ്ങനെ വാഴ ചിലത് കുറച്ചിട്ടുണ്ട്, ചിലത് കൊലങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ചിലത് അല്പം കൂടി ആയിട്ടുണ്ട്. ഇങ്ങനെ അതിഗംഭീരമായി കണ്ടാൽ ആരും നോക്കി നിൽക്കുന്ന അങ്ങനത്തെ 1500 വാഴ, 3000 വാഴയൊക്കെ ഉള്ളപ്പോഴാണ് ഒരൊറ്റ കാറ്റ്. രാത്രി കിടക്കുമ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, അതിനിടയ്ക്ക് എപ്പോഴോ ഒരു കാറ്റൊന്ന് വന്നു അടിച്ചു പോയി എന്നാ തോന്നുന്നത്. പക്ഷെ രാവിലെ ചെന്ന് നോക്കുമ്പോ ഈ 3000 വാഴയും കൂടി ഒറ്റൊന്നും എഴുന്നേറ്റ് നിൽക്കുന്നില്ല, എല്ലാം നിലംപൊത്തി കിടക്കുന്നു. ആ കർഷകന്റെ ഒരു മനോനില നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത് ഇദ്ദേഹത്തിന്റെ എല്ലാമായിരുന്നു. ഇതിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുഴുവൻ ശക്തിയും, മുഴുവൻ കഴിവുകളും, മുഴുവൻ സമയവും, മുഴുവൻ അധ്വാനവും ചെലവഴിച്ചത് ഇതിലാണ്. ഇതിൽ അദ്ദേഹം അഹങ്കരിക്കായിരുന്നു. അതെല്ലാം അത് നിലം പൊത്തി കിടക്കും. വയഖൂൽ, ആ സമയത്ത് അവൻ പറയാണ്, ഇനി മാറും. യാ ലൈതനീ ലം ഉശ്രിക് ബിറബ്ബി അഹദ, യാ ലൈതനീ ലം ഉശ്രിക് ബിറബ്ബി അഹദ, ഞാൻ ആയിരുന്നുവെങ്കിൽ, ലം ഉശ്രിക് പങ്കു ചേർത്തിട്ടില്ലായിരുന്നുവെങ്കിൽ, ബിറബ്ബി എന്റെ റബ്ബിൽ, അഹദൻ ഒന്നിനെയും, ഒരാളെയും. ഇവിടെ ഈ ആയത്ത് വളരെയധികം ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്നാമത് ഇതില് നമ്മുടെ പരിചിന്തനം എത്തേണ്ട വിഷയം, എല്ലാ കുഫാറുകളും, നന്ദികെട്ട നിഷേധികളായ അവിശ്വാസികൾ എല്ലാവരും, അവർക്ക് ശിക്ഷ വന്നു കഴിഞ്ഞാൽ, ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ, അപ്പൊ അവര് പറയും, ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി, ഞങ്ങൾ അങ്ങനെ അവിശ്വസിച്ചില്ലായിരുന്നുവെങ്കിൽ, നിഷേധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, നന്ദികേട് കാണിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ചെയ്യുമായിരുന്നില്ല. സൂറത്തു ഗാഫിറിൽ അള്ളാഹു പറയുന്നത് നോക്കൂ, ഫലമ്മാ റഅൗ ബഅ്സന, കാഫിരീങ്ങളുടെ സ്വഭാവം മൊത്തത്തിൽ പറയണം. നമ്മുടെ ശിക്ഷ അവർ കണ്ടപ്പോൾ, ഖാലു ആമന്നാ ബില്ലാഹി വഹദ, അപ്പൊ അവർ പറയും, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്, അള്ളാഹുവിൽ മാത്രം, ഏകനായ അള്ളാഹുവിൽ, അവനിൽ മാത്രം ഞങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നു. വകഫർനാ ബിമാ കുന്നാ ബിഹി മുശ്രിക്കീൻ, അവനിൽ ഞങ്ങൾ ആരെയൊക്കെയാണോ, എന്തിനൊക്കെയാണോ പങ്കു ചേർത്തിരുന്നത്, ആ പങ്കാളികളെ മുഴുവനും ഞങ്ങൾ ഇതാ നിഷേധിച്ചിരിക്കുന്നു, അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ചിരിക്കുന്നു. ഇത് മുശ്രിക്കുകളുടെ ഒരു പൊതു സ്വഭാവമാണ്, കുഫാറുകളുടെ ഒരു പൊതു സ്വഭാവമാണ്. കടലിലൂടെ ഒരു യാത്ര പോവാന്ന് ആലോചിച്ച് നോക്കി. എല്ലാ പിടുത്തം വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാ ദൈവങ്ങളെയും ഉപേക്ഷിക്കും. പിന്നെ ഏകനായ അള്ളാഹു, അവനിൽ മാത്രം വിശ്വാസം അർപ്പിച്ച് അവനിൽ കാര്യങ്ങൾ ഫലമേൽപ്പിച്ച് അപ്പം മുവഹ്ഹിദീങ്ങളാകും. പക്ഷെ അള്ളാഹുരെ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കരയിൽ എത്തിച്ചു കഴിഞ്ഞാൽ, ചിലര് നല്ല നിലക്ക് അവിടെ കടലിന്റെ മധ്യത്തിൽ തിരമാലകൾക്കിടയിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന് കൊടുത്ത വാക്ക് പാലിക്കും. എന്നാൽ അധികം ആളുകളും പൈതാഹും മുശ്രിക്കൂൻ, അവരതാ പഴയ സ്വഭാവത്തിലേക്ക് തന്നെ പോകുന്നു. ഇങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. ശിക്ഷ വരുന്ന സമയത്ത് അള്ളാഹുവിൽ, ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത,
അള്ളാഹുവിനെ മാത്രം വിശ്വസിക്കുകയും മറ്റുള്ള വ്യാജ ദൈവങ്ങളെ, കള്ളദേവന്മാരെയും ദേവതകളെയും അവിശ്വസിക്കുകയും ചെയ്യാത്ത ഒരു കാഫർ ഉണ്ടായിട്ടില്ല. ശിക്ഷന്റെ നേരത്തെ അങ്ങനെയാണ്. ആദ്യത്തെ ആയത്തതാണ് ഫിർഔൻ പോലും, ഏറ്റവും വലിയ ധിക്കാരിയായ ഫിർഔൻ, അവൻ പോലും പറഞ്ഞത് എന്താണ്? ഹത്താ ഇദാ അദറകഹുൽ ഗറഖ്, അങ്ങനെ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി, വെള്ളത്തിൽ പ്രളയത്തിൽ അകപ്പെട്ട് മുങ്ങിപ്പൊങ്ങി, അവനാ ചെങ്കടലിൽ മുങ്ങിപ്പൊങ്ങുന്ന സമയത്ത് ഖാല ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ, ഞാനിതാ ബനൂ ഇസ്രായേലിൽ വിശ്വസിച്ച ആ അല്ലാഹ്, അവനിൽ മാത്രം ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. വഅന മിനൽ മുസ്ലിമീൻ, ആ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരിൽപ്പെട്ടവനാണ് ഞാൻ. പക്ഷെ അങ്ങനെ ആത്മാവ് തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരാൾ ആമൻതുമില്ല എന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തിനോ, അല്ലെങ്കിൽ തുത്തുയിലേക്ക് ഞാൻ ഇതുവരെ ചെയ്തതിൽ നിന്ന് പശ്ചാത്തപിച്ചിരിക്കുന്നു എന്ന് പറയുന്ന അവന്റെ മടക്കത്തിനോ സ്വീകാര്യതല്ല. ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദ് മാ ലം യുഗർഗിർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ തൗബ സ്വീകരിക്കുന്നത് ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്താൻ വേണ്ടിയിട്ട് ആത്മാവിനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അത് തൊണ്ടക്കുഴിയിലെത്തി ഗർ ഗർ എന്നുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്നിടത്ത് എത്തിയാൽ പിന്നെ അവൻ തൗബ ചെയ്തു, അല്ലെങ്കിൽ വിശ്വസിച്ചു, അല്ലെങ്കിൽ മടങ്ങി, ഇതിലൊന്നും ഒരു കാര്യമല്ല. അതിനു മുമ്പ് വരെയാണ് സ്വീകരിക്കുക. അൽആന വഖദ് അസൈത ഖബൽ, ഇപ്പോഴാണോ നിന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം? ഇതിനു മുമ്പ്, ഈ നിമിഷത്തിന് മുമ്പ് വരെ നീ ധിക്കാരിയായിരുന്നുവല്ലോ. വകുന്ത മിനൽ മുഫ്സിദീൻ, നീ അള്ളാഹുവിന് കീഴ്പ്പെടുന്നവനായിരുന്നില്ല, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്ന, കുഴപ്പമുണ്ടാക്കുന്നവനായിരുന്നുവല്ലോ നീ. സമയം വൈകിപ്പോയി എന്നതുപോലെ ഈ മനുഷ്യന്റെ കഥ പറയുന്നിടത്തും ഇത് ആവർത്തിക്കാണ്. സൂറത്ത് ഗാഫിറിൽ പറഞ്ഞതുപോലെ, സൂറത്ത് യൂനുസിൽ ഫിർഔനിന്റെ കാര്യം പറഞ്ഞതുപോലെ, ഒരു അടി കൊണ്ടു കഴിഞ്ഞ അപ്പൊ പഠിക്കും. ഇവനെ സംബന്ധിച്ചിടത്തോളം, ഈ തോട്ടക്കാരനെ സംബന്ധിച്ചിടത്തോളം, ആ തോട്ടത്തിന് വലിയൊരു ശിക്ഷ വന്ന് വലയം ചെയ്യുകയും എല്ലാം തകർന്നടിഞ്ഞ് അവന്റെ എല്ലാ കൃഷികളും, എല്ലാ വള്ളികളും, എല്ലാ കൃഷികളും അതിന്റെ പന്തലോട് കൂടിയിട്ട് തകർന്ന് കിടക്കുകയും ചെയ്യാണ്. ആ സന്ദർഭത്തിൽ അവനിങ്ങനെ പറയാണ്, യാ ലൈതനി ലം ഉശ്രിക് ബിറബ്ബി അഹദ, ഞാൻ എന്റെ റബ്ബിൽ, ഇപ്പൊ അവന്റെ റബ്ബായി, റബ്ബിൽ വിശ്വാസായി, അവൻ റബ്ബിൽ പങ്കു ചേർത്ത് തെറ്റായി, ഞാൻ പങ്കു ചേർക്കാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് ശിർക്കാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ? അത് ഏത് ശിർക്കാണ് എന്നത് ആയത്തില് അയാൾ ചെയ്തിരുന്ന, ഞാൻ ശിർക്ക് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ എന്ന് പറയുന്ന ശിർക്ക് ഏതാണ് എന്ന് വിശദമാക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ആയത്തില് ഇവിടെ ആ കാര്യം, ഈ ദൃഷ്ടാന്ത കഥ അള്ളാഹു നമുക്ക് വിവരിച്ചു തരുന്ന സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത് ഉബൂദിയ്യത്തിലുള്ള ശിർക്കാണ്. അദ്ദേഹം അള്ളാഹുവിനുള്ള ഉബൂദിയ്യത്ത് കൊടുക്കേണ്ടതിന് പകരം ഉബൂദിയ്യത്ത് അദ്ദേഹം ദുനിയാവിനാണ് കൊടുത്തത്. അയാൾക്ക് ആ ദുനിയാവും ദുനിയാവിലുള്ള ഇത്തരം നേട്ടങ്ങളും ദുനിയാവിന്റെ അലങ്കാരങ്ങൾ അത് കണ്ട് അയാൾ വഞ്ചിതനായി പോയി. ഈ ദുനിയാവിന്റെ നേട്ടങ്ങൾ മതി, അതാണ് എല്ലാം, അതിന് അയാൾ അടിമപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നില്ലേ, തഅസ അബ്ദുദ് ദിർഹം, തഅസ അബ്ദുദ് ദീനാർ, തഅസ അബ്ദുൽ ഖതീഫ, തഅസ അബ്ദുൽ ഖമീസ. ദീനാറിന്റെയും ദിർഹമിന്റെയും ഖതീഫയുടെയും ഖമീസയുടെയും, സ്വർണ്ണ നാണയത്തിന്റെയും വെള്ളി നാണയത്തിന്റെയും പട്ടുകളുടെയും അതുപോലെ പുതപ്പുകളുടെയും ഒക്കെ, അതൊക്കെ കണ്ട് മഞ്ഞളിച്ച് അതാണ് വലുത്, അതിന് കീഴ്പ്പെട്ടു പോവുക, അതിനെ സ്നേഹിക്കുക, അതിന് മുൻഗണന കൊടുക്കുക. അള്ളാഹ്ക്ക് മുൻഗണന കൊടുക്കേണ്ട, എന്നതിന് അള്ളാഹുവിന് കൊടുക്കേണ്ട, ആ അള്ളാഹ്ക്ക് സമർപ്പിക്കേണ്ട ഉബൂദിയ്യത്തിന്റെ താഴ്മക്ക് പകരം, സമർപ്പണത്തിന് പകരം അവൻ ദുനിയാവിന്റെ അടിമയായി ദുനിയാവിന് സമർപ്പിക്കുകയാണ് ചെയ്തത്. ഈ മനുഷ്യന്റെ കാര്യത്തിലും അതാണ്, ഉബൂദിയ്യത്തിലാണ്, ഉബൂദിയ്യത്തിലുള്ള ശിർക്കാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. മാത്രല്ല ആ ശിർക്ക്
ഉബൂദിയ്യത്തിലുള്ള ശിർക്ക് ഇതിനോട് അങ്ങനെ ഇതൊരിക്കലും അബദ. ആ വാക്ക് അതിന് സാക്ഷിയാണ്. ഖരീനത്ത് അതാണ്. അതില് ഈ പറയുന്ന കാര്യത്തിനുള്ള ഉപോത്ബലകമായ സാഹചര്യത്തില് അബദ, ഇതൊരിക്കലും നശിക്കുന്നു ഞാൻ കരുതുന്നില്ല. അതോടുകൂടി ഈ തോട്ടങ്ങൾ അദ്ദേഹത്തിനൊരു തോട്ടമല്ല, അതിലുപരി മറ്റെന്തോന്നായി തീർന്നിട്ടുണ്ട്. അയാളുടെ മുഴുവൻ സർവ ആശ്രയവും സർവ അവലംബവും ഈ തോട്ടങ്ങളിലായി തീർന്നിട്ടുണ്ട്. അയാളുടെ മുഴുവൻ സ്നേഹവും അയാളുടെ മുഴുവൻ ആശ്രയവും ഈ തോട്ടങ്ങളിലായി തീർന്നിട്ടുണ്ട്. അയാൾ എല്ലാറ്റിനേക്കാളും മുൻഗണന നൽകുന്നത് ഇതിനാണ്. അയാൾ അടിമപ്പെടുന്നത്, അയാൾ കീഴ്പ്പെടുന്നത്, അയാൾ മുൻഗണന കൊടുക്കുന്നത് ഈ തോട്ടങ്ങൾക്കാണ്. ഈ ഉബൂദിയ്യത്തിലേക്ക് അദ്ദേഹം വന്നു. അതുകൊണ്ടാണ്, മറിച്ച് ഈ തോട്ടങ്ങളൊന്നും ഒന്നുമല്ല, ഇതൊക്കെ അള്ളാന്റെ സൃഷ്ടികളിൽപ്പെട്ട ചെറിയൊരു സൃഷ്ടിയാണ്. മറിച്ച് ഈ തോട്ടങ്ങളോട് അയാൾ പുലർത്തുന്ന മനോഭാവമുണ്ടല്ലോ, ആ മനോഭാവം ആ തോട്ടങ്ങളോടായിരുന്നില്ല. ആ തോട്ടങ്ങൾ അയാൾക്ക് നൽകിയ, അയാൾക്ക് ദാനം ചെയ്ത അള്ളാഹുവിനോടായിരുന്നു ചെയ്യേണ്ടത്. അതാണ് അയാളുടെ കൂട്ടാളി അയാൾ ഉപദേശിച്ചത്. നീ ഈ തോട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞില്ല മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മശീഅത്ത് കൊണ്ട് മാത്രം ഉണ്ടായതാണ്. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ അള്ളാന്റെ ശക്തി, എനിക്ക് ശക്തി നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ അള്ളാന്റെ ശക്തി കൊണ്ടല്ലാതെ സാധ്യമല്ല. ഇതുകൊണ്ട് ഇത് തന്നിട്ടുള്ള ഒരു താൽക്കാലിക വിഭവമായി മനസ്സിലാക്കുകയും, എന്നാൽ ഇതെല്ലാം തരുന്നതും തരാതിരിക്കുന്നതും തന്നത് തിരിച്ചെടുക്കുന്നതും ഒക്കെ അള്ളയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഉബൂദിയ്യത്ത് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്യണമായിരുന്നു. അപ്പൊ ഇവിടെ ലമുശ്രിക് ബി റബ്ബി അഹദ എന്ന് പറയുമ്പോ ഈ ഉബൂദിയ്യത്തിലുള്ള ശിർക്കാണ് എന്ന് പല മുഫസ്സിറുകളും സൂചന നൽകിയിട്ടുണ്ട്. അല്ല, അദ്ദേഹത്തിന്റെ അടുക്കൽ വേറെ ശിർക്കുകൾ ഉണ്ടാകാം, വിവാദത്തിലുള്ള വേറെ ശിർക്കുകൾ അദ്ദേഹത്തിന്റെ അടുക്കൽ ഉണ്ടാകാം, അതിവിടെ പറഞ്ഞിട്ടില്ല എന്നേയുള്ളൂ എന്ന് പറഞ്ഞു പോകുന്ന ആളുകളും. ഏതായിരുന്നാലും കാര്യങ്ങൾ നോക്കി, ഇത് മനുഷ്യന്റെ ഒരു അവസ്ഥയാണ്. ഇന്ന് അവിടുന്ന് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ഒരു ശിക്ഷ വന്നാലെങ്കിലും, ശിക്ഷ അനുഭവിക്കുന്ന സന്ദർഭത്തിലെങ്കിലും മനസ്സ് മാറുക എന്നുള്ളതായിരുന്നു പൊതുവെ മനുഷ്യന്റെ അവസ്ഥ. മനുഷ്യൻ ഒരു കടലിലൂടെ പോവുകയാണ്. കടലിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കടല് ക്ഷോഭിക്കുന്നു, തിരമാലകൾ അദ്ദേഹത്തെ വലയം ചെയ്യുന്നു. അതുവരെ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന, ദൈവങ്ങൾക്ക് നേർച്ചയും വഴിപാടുകളും സമർപ്പിച്ചിരുന്ന മനുഷ്യൻ ആ കടലിന്റെ മധ്യത്തിൽ വെച്ച് പറയാൻ, ഇനി ഒന്നുമില്ല, അള്ളാഹ് മാത്രമേ രക്ഷിക്കാനുള്ളൂ എന്ന് കരുതുന്ന ആളുകളുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു നല്ല തിരിച്ചടി വന്നാൽ പോലും മനുഷ്യന്റെ ധിക്കാരം അതിനും അപ്പുറത്തേക്ക് പോയിരിക്കണം. അതൊന്നും അതുകൊണ്ടല്ല, അതൊക്കെ വേറെന്തുകൊണ്ടാണ്. അതിനൊക്കെ ഒരു ഇംഗ്ലീഷിൽ 2 വാക്കുകളും ശാസ്ത്രം എന്ന് പറഞ്ഞാണ്ട് വേറെ എന്തെങ്കിലും ഒരു തട്ടിപ്പ് വർത്താനവും പറയും എന്നല്ലാണ്ട് ഒരിക്കലും ഈ ഭൗതികമായ ലോകത്തിനപ്പുറത്ത്, അവന്റെ കൺകാണുന്ന ഈ ദൃശ്യമായ പ്രപഞ്ചത്തിനപ്പുറത്ത് അവയെ സൃഷ്ടിച്ച സൃഷ്ടാവും നിയന്താവും ഉടമസ്ഥനുമായ ഒരു അള്ളാഹിനെ കുറിച്ച് അവർ ചിന്തിക്കാൻ, അംഗീകരിക്കാൻ ഒരിക്കലും തയ്യാറില്ലാതെ ആ നിഷേധം, ആ കുഫ്ർ, ആ നിഷേധം, ആ നന്ദികേട്, ആ നിഷേധം, അത് അത്രയും കടുകട്ടിയായിട്ടുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ ശിക്ഷ വരുമ്പോഴെങ്കിലും മുൻകാലക്കാരായ ആളുകൾ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുകയും അവനെ വിശ്വസിക്കുന്നു, അവനിൽ മാത്രം വിശ്വസിക്കുന്നു, മറ്റു ദൈവങ്ങളെ കൈയൊഴിയുന്നു എന്നുള്ള ഒരു ചിന്ത വരാറുണ്ട്. പക്ഷെ ഇന്ന് മനുഷ്യൻ അതിനും അപ്പുറം പോയി. ഇന്ന് എല്ലാം ഞാൻ. ഇന്നത്തെ ഏറ്റവും വലിയ വിഗ്രഹം അവനവന്റെ ഈഗോ തന്നെയാണ്. ഞാൻ തന്നെ, എന്റെ കണ്ടുപിടുത്തം, എന്റെ കഴിവ്, എന്നിട്ട് ആ കഴിവും കണ്ടുപിടുത്തമൊന്നും ഒന്നുമില്ല, ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറയുമ്പോഴും അപ്പോ ആയിലും മുത്തക്കബ്ബിർ, പരമ ദരിദ്രനും നിസ്സഹായനുമായ മനുഷ്യൻ എന്നാലും അഹങ്കരിക്കാണ്. ഒന്നും കഴിയില്ലെങ്കിലും എന്നാലും അള്ളാഹ് എന്നുള്ളതിലേക്ക് തിരിച്ചെത്താൻ, അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലേക്കാണ് ഇന്നത്തെ അവിശ്വാസികളുടെ സമൂഹം എത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ കടുകട്ടിയുള്ള അവിശ്വാസത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് തുടർന്ന് അള്ളാഹു പറയുന്നു, വലം തകുൻ ലഹു ഫിഅത്തുൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹ് വമാ കാന മുൻതസിറ. അള്ളാന്റെ ശിക്ഷ വന്നപ്പോഴേ ആദ്യം മറ്റേ ആളോട് എന്താ പറഞ്ഞത്? അന അക്തറു മിൻക മാലൻ
വഅഅ്സു നഫറ, നിന്നെക്കാൾ സമ്പത്തുള്ളവനാണ്, നിന്നെക്കാൾ സംഘബലമുള്ള ആളാണ് ഞാൻ എന്ന് അഹങ്കരിച്ച ആളാണ്. പക്ഷെ ഈ ശിക്ഷ, അള്ളാന്റെ ശിക്ഷ വരുന്ന സമയത്ത് ആ തോട്ടത്തെ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ആരെങ്കിലും അവനെ സഹായിക്കാനുണ്ടായോ? വലം തകുൻ ലഹു, അവൻ ഉണ്ടായില്ല. ഫിഅത്തുൻ, ഫിഅത്ത് എന്ന് പറഞ്ഞാൽ ഐ അശീറത്തുൻ ഔ വലത്, മക്കളാരുണ്ടായില്ല, അല്ലെങ്കിൽ കുടുംബക്കാരുണ്ടായില്ല. അവന് മക്കളോ അല്ലെങ്കിൽ കുടുംബമോ ആരും അവനെ അള്ളാന്റെ ശിക്ഷ വന്നപ്പോൾ ആ ശിക്ഷയിൽ നിന്ന് പ്രതിരോധിക്കാൻ, ആ ശിക്ഷയിൽ നിന്ന് അവന് ഏതെങ്കിലും തരത്തിൽ ഒരു ആശ്വാസം നൽകാൻ ഒരു കക്ഷി ഉണ്ടായില്ല. യൻസുറൂനഹു, അവനെ സഹായിക്കുന്നതിനായി, മിൻ ദൂനില്ല, അള്ളാഹ്ക്ക് പുറമെ. അള്ളാഹ്ക്ക് മാത്രമേ സഹായിക്കാൻ കഴിയും. വേറുള്ള ആളുകളുടെ സഹായങ്ങളൊക്കെ വരുന്നത് അള്ളാഹ് അവരെ നമുക്ക് സഹായത്തിന് വേണ്ടി ഏർപ്പാടാക്കുന്നു. അതിനൊക്കെ ഒരു സാമഗ്രി എന്ന പ്രാധാന്യം മാത്രമേ അതിനുള്ളൂ. യഥാർത്ഥത്തിൽ സഹായം വരുന്നത്, സഹായം നൽകുന്നത്, അത് ഏർപ്പാട് ചെയ്യുന്നത് അള്ളാഹു മാത്രമാണ്. മറ്റുള്ളവരിലൂടെ ആ സഹായം നമുക്ക് കിട്ടുമ്പോ അവരാണ് നമ്മെ സഹായിക്കുന്ന സഹായികൾ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കണ്ട. അവര് വെറും സാമഗ്രികൾ മാത്രമാണ്. ആ സാമഗ്രികൾ എന്നതിനപ്പുറം അതിന് വേറെ യാതൊരു വിലയില്ല. അത് അള്ളാഹ് വേണ്ടെന്ന് വെച്ചാൽ ഈ സാമഗ്രികളൊന്നും വർക്ക് ചെയ്യൂല, ഈ സാമഗ്രികളൊന്നും അവന്റെ അടുക്കലേക്ക് എത്തൂല. അതുകൊണ്ട് തന്നെ അള്ളാഹ് മാത്രമാണ് സഹായിക്കാൻ കഴിയുന്നവൻ. സഹായം അവന്റേതു മാത്രമാണ്. അവൻ ശിക്ഷിക്കണമെന്ന് വിചാരിച്ചാൽ പിന്നെ ഇവനെ സഹായിക്കാൻ മക്കളുണ്ടാവില്ല, കുടുംബങ്ങളുണ്ടാവില്ല, മറ്റൊരു കക്ഷിയും ഉണ്ടാവില്ല. വമാ കാന മുൻതസ്വറ, അവന് ഏതെങ്കിലും തരത്തിൽ സഹായം നേടാനും കഴിയില്ല, ഏതെങ്കിലും തരത്തിലൊന്ന് വിജയിക്കാനും അവന് സാധ്യമല്ല. അപ്പൊ ഇയാള് ഇതുവരെ എന്തായിരുന്നു? അനക്സറു മിൻക മാലൻ വഅഅ്സു നഫറ, ഞാൻ നിന്നെക്കാൾ സംഘബലമുള്ളവനാണ്, നിന്നെക്കാൾ സമ്പത്തും അതുപോലെ തന്നെ സമൃദ്ധിയുമുള്ളവനാണ്, ഇതൊരിക്കലും നശിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല, അഥവാ ഇത് നശിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ നല്ലത് എനിക്ക് വേറെ തരും എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യൻ ഇന്ന് എന്തായി അവന്റെ അവസ്ഥ? ഇത് അവിശ്വാസികളുടെ, പഴയകാലത്തെ അവിശ്വാസികളുടെ മനോഭാവം പറയുന്നിടത്ത് ഇത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതെന്താന്ന് ചോദിച്ചാൽ, ഇപ്പൊ സൂറത്ത് മറിയമിൽ പറയുന്നുണ്ട്, അഫറൈത്തല്ലദീ കഫറ ബിആയാതിനാ വഖാല ലഊതയന്ന മാലൻ വവലദ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കളവാക്കിയിട്ടുള്ള അവിശ്വാസി, അവനെ കുറിച്ച് നീ ചിന്തിക്കുന്നില്ലേ? അവൻ എന്താ പറയുന്നത്? ലഊതയന്ന മാലൻ വവലദ, എനിക്ക് കൂടുതൽ മാലും വലതും സമ്പത്തും സന്താനവും എനിക്ക് നൽകപ്പെടുക തന്നെ ചെയ്യും. അവനിത് കിട്ടണം, കാരണം അവന് കൊടുക്കുക, അവൻ വിചാരിച്ചത് കൊടുക്കുന്ന പണിയാണ് അള്ളാഹ്ക്ക് എന്നുള്ള രൂപത്തിലാണ്. അത് അവിശ്വാസികളൊക്കെ അതന്നെ ഇവിടെ ഇപ്പൊ കണ്ടില്ലേ. ഇത് നശിച്ചിട്ടെങ്കിൽ ഇതിലും വലുത് എനിക്ക് വേറെ കിട്ടാനുണ്ട്. ഇത് നശിക്കും ഞാൻ കരുതുന്നില്ല. വലയിൻ റുജിഅതു ഇലാ റബ്ബി ഇന്ന ലി ഇൻദഹു ലൽ ഹുസ്ന, ഇനി ഞാൻ എന്റെ റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങേണ്ടി വരികയാണെങ്കിൽ എനിക്ക് അവന്റെ അടുക്കൽ, എന്റെ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും ഉദാത്തമായ ഉത്തമമായ അവസ്ഥ വേറെ ഉണ്ടായിരിക്കും. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അവർക്ക് ആരും ഉണ്ടാവില്ല, അവിശ്വാസികൾക്ക് ആരും ഉണ്ടാവില്ല. അവർക്ക് ഫിയത്തുൻ യൻസുറൂന, സഹായിക്കാൻ ഒരു കക്ഷി ഉണ്ടാവില്ല. അവരെ കാലിന്റെ ചോട്ടിൽ അവർ നോക്കിയാൽ ഒരു തരി മണ്ണ് പോലും ഉണ്ടാവില്ല. അവർ വളർത്തിക്കൊണ്ടുവന്ന മക്കളാരും അവരുടെ കൺവട്ടത്തിലോ അവരെ വിളിച്ചാൽ കേൾക്കുന്നിടത്തോ ഉണ്ടാവില്ല. അവർക്കൊരു തരത്തിലും സഹായിക്കാനും കഴിയില്ല. എത്ര എത്ര വലിയ വലിയ ആളുകൾ അവര് അവസാന സമയത്ത്, അവർക്ക് അവസാന നിമിഷത്തിൽ അള്ളാന്റെ ശിക്ഷ വരുന്ന സമയത്ത് ഒരിറ്റു വെള്ളം ചോദിച്ചാൽ വെള്ളം കൊടുക്കാൻ ഒരാളില്ലാത്ത, അല്ലെങ്കിൽ അവരൊന്ന് വിളിച്ചു കൂവിയാൽ അവരുടെ ശബ്ദമൊന്ന് കേൾക്കാൻ പറ്റാത്ത, അവര് കണ്ണിൽ നിന്ന് കണ്ണീര് വരുമ്പോ ആ കണ്ണീരൊന്ന് കാണാൻ, അതൊന്ന് ആശ്വസിപ്പിക്കാൻ ഒരാളുമില്ലാതെ വളരെ നിസ്സഹായമായി, പരമനിസ്സഹായരായി ജീവിതം അവസാനിക്കുന്ന എത്ര എത്ര കിങ്കിരന്മാരുടെ, വലിയ വലിയ ആളുകളുടെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങള് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയി. നമ്മുടെ സംഭവകാല വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളിലുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വായിച്ചതും അറിഞ്ഞതുമായ ഈ ഏറ്റവും തൊട്ടടുത്ത ഭൂതകാലങ്ങളിൽ അങ്ങനത്തെ എത്ര സംഭവങ്ങൾ കഴിഞ്ഞുപോയി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷെ മനുഷ്യൻ ഒരിക്കലും അതിനെക്കുറിച്ച് അവന് ആലോചിക്കൂല. എന്താണെങ്കിലും ശരി, ഹുനാലികൽ വലായതു ലില്ലാഹിൽ ഹഖ് ഹുവ ഖൈറുൻ സവാബൻ വഖൈറുൻ ഉഖ്ബാ. ഇവിടെ വലായത്ത്, അങ്ങനെ വലായത്ത് എന്നുള്ളതാണ് അധിക ഖിറാഅത്തുകളിൽ ഉള്ളത്. എന്നാൽ വിലായത്ത് എന്നും അതിന് ഖിറാഅത്തുണ്ട്.
വലായത്ത് എന്ന് വാവിന് ഫത്ഹ കൊടുത്ത ആളുകളുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അൽ മുവാലാത്തു ലില്ലാഹ്. ഈ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ മുവാലാത്ത് അള്ളാഹുവിന് മാത്രം, രക്ഷാധികാരിയായിട്ട് അള്ളാഹനെ മാത്രമേ അപ്പോ ആരുടെയും മനസ്സിൽ വരൂ. അത് കാഫറാണെങ്കിലും മുശ്രിക്കാണെങ്കിലും ഇനി അതിന്റെ അപ്പുറം പോയ ഫിർഔനാണെങ്കിലും. നേരത്തെ നമ്മൾ ആ ഉദാഹരണങ്ങൾ പറഞ്ഞല്ലോ. പൊതുവെ കാഫര്യങ്ങളൊക്കെ പറയുന്നത് പിന്നെ എനിക്ക് ഞാൻ അള്ളാഹുവിലേക്ക്, ഞാൻ ഏകനായ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, ഞാൻ മുസ്ലിം ആയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലെങ്കിൽ അവർക്കൊരു ലാസ്റ്റ് മൊമെന്റിൽ അവർ മുസ്ലിമായി എന്ന് പറയും. ബനു ഇസ്രായേലിൽ വിശ്വസിച്ച റബ്ബാരാണോ ആ റബ്ബിൽ മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ മുസ്ലിമാണ് എന്നാണ് ഫിർഔൻ വരെ പറഞ്ഞത്. ഇങ്ങനെ നാശം കൺമുന്നിലെത്തിക്കഴിഞ്ഞാൽ തടുക്കാൻ കഴിയില്ല, ഇത് അള്ളാഹുവിന്റെ ശിക്ഷയാണ് എന്നവന് നിഷേധിക്കാൻ പറ്റാതെ, തള്ളാൻ പറ്റാത്ത വിധം അതവനെ വലയം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ദൈവത്തെയോ അല്ലെങ്കിൽ സ്വന്തം ഈഗോ അല്ലെങ്കിൽ മറ്റേ ഈ പറയുന്ന ഇന്നത്തെ ആധുനിക കാലത്ത് മനുഷ്യർ കരുതുന്നത് പോലെയുള്ള മോഡേൺ സയൻസ്, അതല്ലെങ്കിൽ യുക്തി എന്നൊക്കെ പറയുന്ന ഈ യുക്തിബോധം കൊണ്ടോ അല്ലെങ്കിൽ മോഡേൺ സയൻസ് കൊണ്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ദുനിയാവിന്റെ മറ്റേതെങ്കിലും സംവിധാനങ്ങൾ കൊണ്ടോ എന്തെങ്കിലും ഒരു രക്ഷ കിട്ടും എന്നാരും കരുതില്ല. ഈ നിമിഷമായി കഴിഞ്ഞാൽ ശിക്ഷ നേരെ ഇങ്ങോട്ട് വന്ന് പതിക്കുന്ന സന്ദർഭത്തിൽ, തന്നെ വലയം ചെയ്ത് കഴിഞ്ഞാൽ, തന്നെ മൂടിക്കഴിഞ്ഞാൽ, ആ ഘട്ടത്തിൽ അൽ വലായത്തു ലില്ലാഹിൽ ഹഖ്, ശരിയായ വലായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ്. അല്ലെങ്കിൽ ഹഖായ അള്ളാഹുവിന് മാത്രമാണ് വലായത്ത്. അത് അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ ഐ ഹുനാക കുല്ലു അഹദിൻ മുഅ്മിൻ ഔ കാഫിർ യർജിഉ ഇലല്ലാഹ്. മുഅ്മിനാണെങ്കിലും കാഫിറാണെങ്കിലും ഏതൊരു വ്യക്തിയും അവന്റെ മനസ്സ് അള്ളാഹുവിലേക്ക് മടങ്ങുകയായി. വൈലാ മുവാലാത്തിഹി, അള്ളാഹുവാണ് രക്ഷാധികാരി, വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവന്റെ രക്ഷാധികർത്തൃത്വത്തിൽ അവൻ വിശ്വസിക്കുകയായി. വൽ ഖുദൂഉ ലഹു, അള്ളാഹുവിന് അവൻ പൂർണ്ണമായി അർപ്പണം നടത്തി അള്ളാഹുവിന് കീഴ്പ്പെട്ടവനായി. ഇതുവരെ അഹങ്കാരായിരുന്നു. ചിലപ്പോ സ്വന്തം ഈഗോ, ഞാൻ പറഞ്ഞു നടക്കും, സയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും, അല്ലെങ്കിൽ വേറെ ദൈവങ്ങൾ ദേവതകൾ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചില ഫലങ്ങളുടെ അവരുടെ ചില ഊന്നലുകൾ അവർക്കുണ്ടാകും. ആ ഊന്നലുകളും ആശ്രയങ്ങളുമായി നടക്കും. പക്ഷെ ഇത് അവക്കാൽ ശിക്ഷ ഭവിച്ചു കഴിഞ്ഞാൽ, ശിക്ഷ പുലർന്നു കഴിഞ്ഞാൽ പിന്നെ അൽ വലായത്തു ലില്ലാഹിൽ ഹഖ്, ഹഖായ അള്ളാഹുവിന് മാത്രമാണ് വലായത്ത്, അവന് മാത്രമേ രക്ഷാധികാരിയുള്ളൂ എന്നുള്ളിടത്ത് ഓരോ മുഅ്മിനും ഓരോ കാഫിറും, മുഅ്മിനീങ്ങള് സ്വാഭാവികമായും ആ കാര്യം ജീവിതത്തിൽ ഉടനീളം അംഗീകരിച്ചവരും പ്രഖ്യാപിച്ചവരുമാണ്. കാഫിര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അത് അംഗീകരിക്കാത്തവരും അതിനെ നിഷേധിച്ചവരും അതിനെ തള്ളിക്കളഞ്ഞവരും അതിനെ പരിഹസിച്ചവരുമാണ്. പക്ഷെ ശിക്ഷ വന്നിറങ്ങിക്കഴിഞ്ഞാൽ മുഅ്മിനെന്നോ കാഫിറെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും അള്ളാഹുവിലേക്ക് മടങ്ങുന്നു. അള്ളാഹു മാത്രമാണ് വലിയ മുവാലാത്ത്, രക്ഷാധികർത്തൃത്വം അവന് മാത്രം അവകാശപ്പെട്ടതാണ്. അവൻ രക്ഷ നൽകിയാലേ രക്ഷയുള്ളൂ, അവൻ നൽകിയില്ലെങ്കിൽ രക്ഷ കിട്ടില്ല, അവനെ രക്ഷിക്കാൻ കഴിയൂ എന്നുള്ള മുവാലാത്തിലേക്ക് അള്ളാഹുവിന് ആത്മാർപ്പണം നടത്തുന്നതിലേക്ക് അവരെത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഹുനാലിക്കൽ വലായത്തു ലില്ലാഹിൽ ഹഖ് എന്ന് വായിക്കുന്നതിന് പകരം ഹുനാലിക്കൽ വിലായത്തു ലില്ലാഹിൽ ഹഖ് എന്നും അതിന് ഖിറാഅത്തുണ്ട്. പക്ഷെ നമ്മളെ കൈവശമുള്ള മുസ്ഹഫില് ആസുമിന്റെ ഖിറാഅത്ത് അനുസരിച്ച് ഹുനാലിക്കൽ വലായത്തു ലില്ലാഹിൽ ഹഖ് തന്നെയാണ്. പക്ഷെ വ്യത്യസ്തമായ ഖിറാഅത്തുകൾ നമ്മൾ പരിശോധിക്കേണ്ടി വരുന്നത് അതിന്റെ മഅനയിൽ, ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതിന് അതൊന്നുകൂടെ സൗകര്യപ്രദമാകുമെന്നത് കൂടിയാണ്. അപ്പൊ ഇങ്ങനെ വിലായത്ത് എന്ന് വായിച്ചവരുണ്ട്. ഐ ഹുനാലിക്കൽ ഹുക്മു ലില്ലാഹിൽ ഹഖ്. അപ്പോ ആ ഘട്ടമായി കഴിഞ്ഞാൽ ശാസനാധികാരം, വിധിക്കാനുള്ള അധികാരം അത് അള്ളാഹ്ക്ക് മാത്രമാണ്. ഇവിടെ ദുനിയാവില് മനുഷ്യന് അള്ളാഹു ചില സ്വാതന്ത്ര്യങ്ങൾ നൽകിയിട്ടുണ്ട്, ചില അധികാരങ്ങള്, ചില മേഖലകളിൽ അവന് സാവകാശവും അധികാരവും സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട്. അപ്പൊ അവനിങ്ങനെ വിചാരിക്കുകയാണ് എല്ലാരും എന്റെ ഇഷ്ടം പോലെ, എന്റെ തന്നിഷ്ടം അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന്. പക്ഷെ അതൊരു
കയറ് നീട്ടിക്കെട്ടിയതാണ്. പക്ഷെ ആ കയറിന്റെ പരിധി കണ്ട് അപ്പുറം പോകുകയാണെങ്കിൽ പിന്നെ പോകാൻ കഴിയില്ലല്ലോ. അത് ഒന്നുകിൽ മരണം കൊണ്ട്, അതല്ലെങ്കിൽ ഒരു ശിക്ഷ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ലോകാവസാന സമയത്ത്. ലോകാവസാനം അത് ആമാണ്. മരണം ഓരോ വ്യക്തികളെയും സ്പെസിഫിക് ആയി ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ചില ശിക്ഷകൾ ഇതുപോലുള്ളത് ഏതെങ്കിലും ചില സമൂഹങ്ങളെയോ അല്ലെങ്കിൽ ചില പ്രത്യേക അധിവാസ കേന്ദ്രങ്ങളെയോ ഒക്കെ ബാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിയുന്ന സന്ദർഭത്തിൽ അവർക്ക് ബോധ്യപ്പെടും ഹുക്മ് അല്ലാഹ്ക്ക് മാത്രമാണ്. ലോകാവസാനാണെങ്കിൽ നമുക്കറിയാലോ, ഹുക്മ് അല്ലാഹ്ക്ക് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറിയിട്ട് ആ മിമ്പറിന്റെ ഇത് പിടിച്ചിട്ട് നബി ഇങ്ങനെ ഇളക്കുമ്പോ സഹാബികൾ പറയായിരുന്നു, ലയഖിറന്ന ബിഹി, മിമ്പർ ഇപ്പോ താഴെ വീഴും, നബി ഇപ്പോ ആ മിമ്പർ നബിയെയും കൊണ്ട് താഴെ വീഴും. അങ്ങനെ അത്ര ശക്തമായി നബി കുലുക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണ് ഈ അധീശത്വം, ആർക്കാണ് അധികാരം, ആർക്കാണ് ഉടമസ്ഥത? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനായ സർവാധിപതിയായ അള്ളാഹുവിന് മാത്രം. അപ്പൊ അവന്റെ തീരുമാനം വന്നാൽ, അത് ദുനിയാവിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ വന്നാലും വ്യക്തികൾക്ക് വരികയാണെങ്കിൽ ആ വൈയക്തികമായ സന്ദർഭങ്ങളിലും, അല്ല സാമൂഹികമായി സമൂഹത്തെ ബാധിക്കുന്ന ശിക്ഷ പോലെ വരികയാണെങ്കിൽ അത്തരം സാമൂഹികമായ സന്ദർഭങ്ങളിലും, അല്ല ലോകം തന്നെ അള്ളാഹു നശിപ്പിക്കുന്ന ഖിയാമത്ത് നാളിന്റെ സന്ദർഭമാണെങ്കിൽ മൊത്തത്തിലും ഒക്കെ ഈ കാര്യം ബോധ്യപ്പെടുന്നതാണ്. ഓരോ വ്യക്തിക്ക് അല്ലെങ്കിൽ ഓരോ സമൂഹത്തിന് അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് മൊത്തമായി ഈ കാര്യം ബോധ്യപ്പെടുകയാണ്. അപ്പോ വിലായത്ത്, ഹുക്മും മുൽക്കും അള്ളാഹുവിന് മാത്രമാണ്. ഹക്കായ പരമസത്യമായിട്ടുള്ള ഹക്കായ അള്ളാഹുവിന് മാത്രമാണ് വിലായത്ത്. ഹുവ ഖൈറുൻ സവാബ, അള്ളാഹു അവനാണ് ഖൈറുൻ സവാബൻ, ഏറ്റവും നല്ല സവാബ് പ്രതിഫലം നൽകുന്നവൻ അവനാണ് ഏറ്റവും നല്ലവൻ. ഏത് കാര്യത്തിൽ? സവാബൻ, പ്രതിഫലം നൽകുന്ന കാര്യത്തിൽ അവൻ പ്രതിഫലം നൽകുന്നു. ഒരു നന്മ ചെയ്യുകയാണെങ്കിൽ അത് 10 ഇരട്ടിയായിട്ട്, 7 ഇരട്ടി, 10 ഇരട്ടി, 70 ഇരട്ടി, 700 ഇരട്ടിയായിട്ട് അതിനെ വർദ്ധിപ്പിച്ചു തരും അവൻ. അതാർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണം? അത് അള്ളാഹ്ക്കറിയാം. അതിന് അള്ളാഹ് പ്രത്യേകമായ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അള്ളാഹ് കൂട്ടിക്കൊടുത്തുകൊണ്ടിരിക്കും. തിന്മ ഒരാൾ ചെയ്യുകയാണെങ്കിൽ ആ തിന്മ ചെയ്യുന്ന ഒരു തിന്മ മാത്രമാണ്, അത് 10 ഇരട്ടിയായിട്ട് കൊടുക്കാൻ പോകുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മക്ക് പ്രതിഫലം നൽകുമെന്നത് അവന്റെ വാഗ്ദാനമാണ്. ലാ യുഖ്ലിഫുല്ലാഹു വഅദ, അത് ലംഘിക്കപ്പെടുന്ന പ്രശ്നമല്ല. ശിക്ഷയെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കും എന്നല്ലാഹു, അതല്ലാന്റെ വഴീതാണ്. വയഅഫു അൻ കസീർ, എന്നാൽ ഒരുപാട് കാര്യം അവൻ അങ്ങനെ നമ്മെ പേടിപ്പിച്ചിട്ടുണ്ട്, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, താക്കീത് ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ നമ്മോടുള്ള കാരുണ്യം കൊണ്ട് അവൻ നമുക്ക് വിട്ട് മാപ്പാക്കി തരുന്നതുണ്ട്. അതുകൊണ്ട് തന്നെ ഹുവ ഖൈറുൻ സവാബൻ വ ഖൈറുൻ ഉഖ്ബ, അവനാണ് ആഖിബത്ത്, പര്യവസാനം, ഏറ്റവും നല്ല പര്യവസാനം. അവനാണ് ഏറ്റവും നല്ലവൻ. പര്യവസാനം നന്നാക്കി തരുന്ന കാര്യത്തിൽ അവനേക്കാൾ, ആഖിബത്ത് നന്നാക്കി തരുന്ന കാര്യത്തിൽ അവനേക്കാൾ ഉത്തമനായി ആരുമില്ല. അവൻ ഏറ്റവും നല്ലവനാണ്. ഈ കഥ ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ നമുക്ക് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ അഹങ്കാരിയാകും, താകൂത്താകും. ചിലപ്പോ അവൻ അള്ളാഹുവിനെ ധിക്കരിക്കുക മാത്രമല്ല, നിഷേധിക്കുകയും അവിശ്വസിക്കുകയും ചെയ്യുന്നിടത്തേക്കെത്തും. അവന്റെ ആ നിഷേധം, അവന്റെ അവിശ്വാസം, ആ നിഷേധവും അവിശ്വാസവും സൃഷ്ടിക്കുന്ന വാക്വമായി കിടക്കില്ല. ആ സ്ഥാനത്ത് മറ്റു പലതും വരാം. ചിലപ്പോ ദുനിയാവാകാം, ചിലപ്പോൾ അവന്റെ ഹവയാകാം, ചിലപ്പോൾ അവന്റെ ഈ ഈഗോ ആകാം. അതിനൊക്കെ അവൻ ഒരു അള്ളാന്റെ സ്ഥാനത്ത് കൊണ്ടുവരികയും അതിന് കീഴ്പ്പെടുകയും അതിനനുസരിച്ച് അതിന്റെ ഇഷ്ടങ്ങൾക്കും അനിഷ്ടങ്ങൾക്കും അനുസരിച്ച് അവൻ തുള്ളുകയും ചെയ്യുന്ന സ്ഥിതി വരാം.
ഇപ്പൊ ഏതെങ്കിലും വ്യാജദൈവങ്ങളോ അല്ലെങ്കിൽ ദേവീ ദേവന്മാരോ ആരെങ്കിലും അങ്ങനെയൊക്കെ ആവാം. ഇത് മനുഷ്യൻ സമ്പത്ത് കൂടുന്ന സ്വയം പര്യാപ്തത നേടുമ്പോണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ അവൻ ചിന്തിക്കേണ്ടിയിരുന്നത് മറിച്ചാണ്. ഇതെങ്ങനെ വന്നു? ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നിട്ടുള്ളത് മറ്റേ അതിൽ പറഞ്ഞതുപോലെ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാന്റെ മശീയത്തിൽ ഇതുള്ള, അതുകൊണ്ട് ഇവനെ പരീക്ഷിക്കാൻ വേണ്ടി അത് കൊടുക്കണമെന്ന് അള്ളാഹ് തീരുമാനിച്ചു, അതുകൊണ്ട് അത് ഇവിടെ ഉണ്ടായി. ഇങ്ങനത്തെ എന്തൊരു കാര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിലും നമുക്കതിനുള്ള കഴിവില്ല. ആ കഴിവെല്ലാം അള്ളാഹു നൽകിയതാണ്. അതുകൊണ്ട് ഇതെല്ലാം ഒരു സാമഗ്രിയായി മാത്രം കണ്ടാൽ മതി. ഇതിനപ്പുറം ഈ സാമഗ്രികളിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇതിന്റെ അനുഭവങ്ങൾ എന്താണോ, അതിൽ നിന്ന് നമുക്കുണ്ടായിത്തീരുന്ന ഫലങ്ങൾ എന്താണോ, അതുകൊണ്ട് നമുക്കുണ്ടായിത്തീരുന്ന ശക്തി എന്താണോ, ഇതൊക്കെ അള്ളാഹുവിൽ നിന്നാണ് വരുന്നത്. ഇത് ഒരു സാമഗ്രി എന്ന സ്ഥാനം മാത്രമേ ഉള്ളൂ. എന്നാൽ ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അതിന് പിന്നിലുള്ള ശക്തി അത് അള്ളാഹു നൽകുന്നതാണ്. അള്ളാഹു നൽകിയ ശക്തി കൊണ്ടേ സാധിക്കും. ഇതൊരു വിശ്വാസിക്കേ സാധിക്കൂ. അങ്ങനെയുള്ള ഒരു വിശ്വാസി എപ്പോഴും ഏതിലും ഏത് സമയത്തും അവൻ ഉബൂദിയ്യത്ത് അള്ളാഹുവിന് സമർപ്പിക്കുന്നു. മറ്റേ ഉബൂദിയ്യത്ത് പലതിന് ഓഹരി വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ചിലപ്പോ നഫ്സിന് കൊടുക്കും, ചിലപ്പോ ഹവക്ക് കൊടുക്കും, ചിലപ്പോ അതല്ല എങ്കിൽ അവൻ ദുനിയാവിന് കൊടുക്കും, ചിലപ്പോ ദീനാറിന് കൊടുക്കും, ചിലപ്പോ ദിർഹമിന് കൊടുക്കും, ചിലപ്പോ ഖത്തീഫത്തിന് കൊടുക്കും, ചിലപ്പോ ഹമീസത്തിന് കൊടുക്കും. ഇങ്ങനെയൊക്കെ ആയിരിക്കും. എന്നിട്ട് ആ സന്ദർഭത്തിൽ അവന്റെ മനോഭാവം, ഞാൻ അക്സറുമിക്കമാലും വാഴ്സുനഫറ ലൻ തബീദ ഹാദിഹി അബദ, ഞാൻ ഏറ്റവും ശക്തനാണ്, ഞാൻ ഏറ്റവും മക്കളുള്ളവനാണ്, ഞാൻ ഏറ്റവും സംഘപരമുള്ളവനാണ്, ഞാൻ ഏറ്റവും സമ്പത്തുള്ളവനാണ്, ഇതൊന്നും ഒരിക്കലും നശിക്കാൻ പോകുന്നതല്ല എന്നുള്ള ലെവലിലായിരിക്കും. ഇനി അഥവാ ഇത് നശിച്ചാൽ തന്നെ ഇതിലും വലുതെനിക്ക് അല്ലാഹ് തരുകയും ചെയ്യും എന്നുള്ള വ്യാമോഹം ഉണ്ടായിരിക്കും. പക്ഷെ ശിക്ഷ വന്നിറങ്ങിക്കഴിഞ്ഞാൽ, ശിക്ഷ വന്നിറങ്ങുന്ന അവസ്ഥ വൈയക്തികമാകാം, സാമൂഹികമാകാം, അല്ലെങ്കിൽ ഒന്നായി ഈ പ്രപഞ്ചത്തെ ബാധിക്കുന്ന ലോകാവസാനമാകാം. അതിന്റെ പശ്ചാത്തലവും അതിന്റെ സന്ദർഭവും ഏത് തന്നെയാണെങ്കിലും അവിടെ ഇവരുടെ മനോഭാവം ഒക്കെ മാറും. അവിടെ മുഅ്മിനും കാഫിറും എന്നും വ്യത്യാസമില്ലാതെ വിലായത്ത് അള്ളാഹുവിന് മാത്രമാണ്, വിലായത്ത് അള്ളാഹുവിന് മാത്രമാണ് എന്നുള്ളിടത്തേക്ക് അവരെത്തും. അങ്ങനെയല്ല കാഫിർ എത്തിയത്. അങ്ങനെ എത്തിയ ചരിത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഫിർഔനും പോലും പറഞ്ഞത്. ബനൂ ഇസ്രായേല്യര് ഏതൊരു റബ്ബിൽ വിശ്വസിച്ചുവോ ആ റബ്ബിൽ ഞാൻ വിശ്വസിച്ചിന് അവന് ഞാൻ ഇതാ കീഴ്പ്പെട്ടിരിക്കുന്നു. ഇതുവരെ ഞാൻ റബ്ബാണ്, ഞാൻ ഇലാഹാണ്, ഞാനല്ലാതെ വേറെ റബ്ബും ഇലാഹും നിങ്ങൾക്കില്ല എന്നൊക്കെ പറഞ്ഞ അവൻ ബനൂ ഇസ്രായേല്യര് വിശ്വസിച്ച റബ്ബിനെ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു, കീഴ്പ്പെട്ടിരിക്കുന്നു. അപ്പൊ അള്ളാന്റെ ചോദ്യം അൽആൻ, ഇപ്പോഴാണല്ലേ? ഫഖദ് അസൈത ഖബ്ൽ, ഇതിനു മുമ്പ് നീ ധിക്കരിക്കുകയല്ല ചെയ്തത്. ഇതാണ് അതിന്റെ അവസ്ഥ. പക്ഷെ മനുഷ്യനത് ഉൾക്കൊള്ളുന്നില്ല. എന്ന് മാത്രമല്ല, ആധുനികരായ ധിക്കാരികൾ, നിഷേധികൾ, അവിശ്വാസികൾ, അവരുടെ കാര്യം കുറച്ചുകൂടി അബദ്ധമാണ്. ഇങ്ങനെ ശിക്ഷ വന്നാൽ പോലും അള്ളാഹുവിലേക്ക് മടങ്ങുന്ന മനസ്സ് വളരെ കുറവാണ്. അത് പിന്നെ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്കാണ് പോണം. ഫിറഔനും മറ്റവരും ഒക്കെ വിശ്വാസത്തിലേക്ക് മടങ്ങുന്ന ആ ഘട്ടം കഴിഞ്ഞിട്ട് ഇവര് നാശം ശരിക്കാൻ പിടികൂടുന്ന ഒരു സമയം, പിന്നെ അവർക്ക് പുറത്തേക്ക് പറയാൻ പോലും കഴിയാത്ത അത്രയും ലാസ്റ്റ് മൊമെന്റിൽ എത്തുമ്പോ ഹുനാലിക്കൽ വലായത്തുലില്ലാഹിൽ ഹഖ്, അപ്പൊ മുവാലാത്ത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ രക്ഷ നൽകാൻ കഴിയൂ, രക്ഷാധികർത്തൃത്വം അവന് മാത്രമുള്ളതാണ്, വേറെ ആർക്കും നൽകാൻ കഴിയുന്നല്ല. ആ ഒരു നേരത്തെ പ്രകടിപ്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയില് അവരെത്തുമായിരിക്കും. അതിന്റെ മുമ്പ് ഇപ്പൊ അപ്പോൾ പോലും ധിക്കരിക്കുന്ന ധിക്കാരമാണ് ആളുകളിലുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. ഇനി വേറെ ഇതുമായി ബന്ധപ്പെട്ട ദുന്യാവിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് ഈ കഥ. ഇത് പിന്നെ 2 തോട്ടങ്ങൾ, 2 ആളുകൾ, 2 കൂട്ടാളികൾ. അതിൽ ഒരാള് ഒരു വിശ്വാസിയെ പ്രതിനിധീകരിക്കുന്നു, മറ്റൊരാള് അവിശ്വാസത്തെ പ്രതിനിധീകരിക്കുന്നു. അവിശ്വാസത്തെ പ്രതിനിധീകരിക്കുന്ന ആൾക്ക് അള്ളാഹു നിഅമത്തുകൾ കൊടുത്തു. ആ നിഅമത്തിൽ അയാളുടെ കണ്ണഞ്ചി അവസാനം അയാൾ ഉബൂദിയ്യത്ത് ആ ദുനിയാവിനോട് കാണിച്ചു, കാഫിറായി പോയ ഘട്ടവും. എന്നാൽ ആ പാവപ്പെട്ട നല്ലവനായ മനുഷ്യൻ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏറ്റവും നല്ല രൂപത്തിൽ കാര്യത്തെ കാണുകയും ഉബൂദിയ്യത്ത് അള്ളാഹ്ക്ക് കൊടുത്തു ഈ ദുനിയാവിലെ ഇത്തരം കാര്യങ്ങളെല്ലാം ആലാത്തുകളായി, അതിനെ മുഴുവനും ഒരു സാമഗ്രിയായി മാത്രം കാണുകയും അത് നമുക്ക് നേടിത്തരുന്ന എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ അതിന്റെ പിന്നിലെല്ലാമുള്ള ശക്തി അള്ളാഹു നൽകിയത് മാത്രമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന
ആ സ്ഥിതിയാണ് ഇതിൽ വിശദീകരിച്ചത്. ഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.